അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറുകളാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി അടയാളം ചേർക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ച ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. 3ഓളം ഓപ്ഷൻസ് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. സൽ സ്വഭാവികളുടെ നല്ല ഒരു അടയാളം. അപ്പോൾ സൽ സ്വഭാവികളുടെ നല്ല ഒരു അടയാളം ഓപ്ഷനിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തത് ദോഷം പറയൽ, സത്യം പറയൽ, കളവ് പറയൽ. അപ്പം സൽ സ്വഭാവിയുടെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇത് സത്യം പറയൽ. അപ്പോൾ സത്യം പറയൽ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തത് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക. മുഹമ്മദ് നബി, അസുറായിൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിന് നേരെയാണ് എന്താക്കേണ്ടത്? ശരി അടയാളപ്പെടുത്തേണ്ടത്. ഇനി മൂന്നാമത്തത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ് നാഫിയാകുന്നത്, ഇൽമ് ഹാസിലാകുന്നത്, ഇൽമ് പൂർണ്ണമാകുന്നത്. എപ്പോഴാണ്? ഇൽമ് നാഫിയാകുന്നത് എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി, സ്നേഹം, അദബ്. അപ്പം ഈമാനിൻ്റെ പകുതിയായി നമ്മൾ പഠിച്ചത് ഏതാണ്? വൃത്തിയാണ് അല്ലേ? അപ്പോൾ ആ വൃത്തി എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് ത്വഹിർ ജിസ്മക, നള്ളിഫ് ഖബലക എന്നതാണോ, അല്ലെങ്കിൽ സൗബക എന്നുള്ളതാണോ, അല്ലെങ്കിൽ അളബക എന്നുള്ളതാണോ? ഏതാണ്? സൗബക എന്നുള്ളതാണ്. അപ്പോൾ ഈ സൗബക എന്നുള്ള രണ്ടാമത്തതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അള്ളാഹുവും വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്, കാരണം അവൻ ബാക്കി എന്താണ്? പരിശുദ്ധനാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പരിശുദ്ധനാണ് എന്നുള്ളത് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തത് ഔലിയാക്കളുടെ നേതാവാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പം അവിടെ എഴുതാനുള്ളത് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് ഖുലിൽ ഹഖു വ ഇൻ ബാക്കി എന്താ? കാന മുറൻ. ഖുലിൽ ഹഖു വ ഇൻ കാന മുറൻ. കയ്പുള്ളതാണെങ്കിലും നീ എന്താക്കണം? സത്യം മാത്രം പറയണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഖുലിൽ ഹഖു വ ഇൻ കാന മുറൻ. അപ്പോൾ കാന മുറൻ എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നാലാമത്തത് അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുക. അപ്പോൾ അഹ്സനുഹും ഖുലുക എന്നതാണ് അവിടെ എഴുതി ചേർക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത് പുതപ്പിൻ്റെ കര തട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ബാക്കി എന്താണ്? പാടുണ്ടായി. അപ്പോൾ അവിടെ പാടുണ്ടായി എന്നുള്ളതാണ് എഴുതി ചേർക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ 3 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നാം അറിവ് പഠിക്കുന്നത് എന്തിനാണ് നാം അറിവ് പഠിക്കുന്നത്? ഉത്തരം അതുപോലെ ചെയ്യാനാണ് അല്ലേ? അതുപോലെ ചെയ്യാനാണ് നാം അറിവ് പഠിക്കുന്നത്. ഇനി രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. എന്തിനെ തൊട്ട്? അപ്പം എന്തിനെ തൊട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവലിനെ ചോദിക്കാറുള്ളത്? ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട്. അപ്പം അറിവ് പഠിക്കുന്നത് ഉപകാരം ഉണ്ടാകാനാണ്. അപ്പം അങ്ങനെ ഉപകാരം ഇല്ലാത്ത അറിവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാറുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം, കൊള്ളത്തലവൻ ചോദിച്ചു, മോനെ നീ സത്യം പറയാൻ കാരണം എന്ത്? അപ്പോൾ അബ്ദുൽ ഖാദിർ എന്ന കുട്ടി എന്താണ് പറഞ്ഞത്? കൊള്ളത്തലവൻ ചോദിച്ചു, മോനെ നീ സത്യം പറയാൻ കാരണം എന്ത്? ആ ചോദ്യത്തിന് അബ്ദുൽ ഖാദിർ എന്ന കുട്ടി എന്താണ് ഉത്തരം പറഞ്ഞത്? ഉത്തരം എന്താണ്? ഏത് ഘട്ടത്തിലും സത്യമേ പറയാവൂ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉമ്മയുടെ ഉപദേശം ഒരിക്കലും തള്ളിക്കളയുകയില്ല. അതായിരുന്നു ആ ഒരു കുട്ടി കൊള്ളത്തലവനോട് പറഞ്ഞ മറുപടി. ഇനി നാലാമത്തെ ഭാഗം, സൽ സ്വഭാവികളുടെ ലക്ഷണങ്ങളിൽ 3 എഴുതാം.
കുറേ ലക്ഷണങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 3 മാത്രം എടുത്തെഴുതുക. ഒന്ന്, പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, നല്ലത് മാത്രം പറയുക തുടങ്ങിയവ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം എടുത്തെഴുതിയാൽ മതി. ഏതൊക്കെ എഴുതാം? ഒന്ന്, പരസ്പരം സ്നേഹിക്കുക. അല്ല, ഏതെങ്കിലും 3 എഴുതാൻ പറഞ്ഞത്. പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആ 3 അവിടെ എഴുതി ചേർക്കാം. ഇനി അടുത്തത് 5-മത്തേതാണ്, ക്രമത്തിലാക്കാം. ഒന്നാമത്തെ 2ഓളം ചോദ്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ആ 2 എന്താക്കണം? ക്രമം തെറ്റിച്ചാണ് അവിടെ നൽകിയത്. അപ്പോൾ അത് നമ്മൾ ക്രമത്തിലാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ നോക്കാം. സിദ്നി നാഫിഅ അല്ലാഹുമ്മ ഇൽമ. അപ്പം എങ്ങനെ വരും? അല്ലാഹുമ്മ സിദ്നി ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, സിദ്നി എനിക്ക് അധികരിപ്പിച്ച് തരണമേ, ഇൽമൻ അറിവിനെ. എങ്ങനെയുള്ള അറിവ്? നാഫിഅൻ ഉപകാരപ്രദമായ. ഇനി രണ്ടാമത്തത്, ത്വഹിർന വജഅൽന ത്വഹിർന വജമ്മിൽന അല്ലാഹ് അല്ലാഹ് നല്ലിഫ്ന. അപ്പോൾ അതാണ് അവിടെ കൊടുത്തത്. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അല്ലാഹ് അല്ലാഹ് ത്വഹിർന നല്ലിഫ്ന വജമ്മിൽന എന്ന് വരും. ഇനി അടുത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 2 ചോദ്യങ്ങളാണ് നൽകിയത്. അതെന്താക്കണം? വിട്ട ഭാഗം പൂരിപ്പിച്ചിട്ട് എഴുതണം. ഒന്നാമത്തത്, ദേഹം മുഴുവൻ. എന്താണ്? ദേഹം മുഴുവൻ. അത് കഴിഞ്ഞിട്ട് എന്താണ്? വേണം എന്നുള്ളതാണ്. ദേഹം മുഴുവൻ വേണം വൃത്തി. അത് വൃത്തി കഴിഞ്ഞതിന് ശേഷം ഡാഷ് എന്നാണ് കൊടുത്തത്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് വസ്ത്രം എന്നുള്ളതാണ്. വസ്ത്രം മുഴുവൻ വേണം വൃത്തി. അപ്പോൾ അത് കൂട്ടി വയ്ക്കുമ്പോൾ ദേഹം മുഴുവൻ വേണം വൃത്തി, വസ്ത്രം മുഴുവൻ വേണം വൃത്തി. ഇനി രണ്ടാമത്തത്, അത്വഹൂറു. അത്വഹൂറു ഷത്തുറുൽ ഈമാൻ. അത്വഹൂറു എന്നത് കഴിഞ്ഞതിന് ശേഷം എഴുതി ചേർക്കാനുള്ളത് ഏതാണ്? ഷത്തുറു എന്നുള്ളതാണ്. അത്വഹൂറു ഷത്തുറുൽ ഈമാൻ. ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ടതാണ് എന്ത്? വൃത്തി എന്നുള്ളത് അല്ലേ? അപ്പോൾ ഒന്നാമത്തത് ദേഹം മുഴുവൻ വേണം വൃത്തി. അപ്പോൾ അവിടെ വേണം എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് വസ്ത്രം എന്നുള്ളതാണ് എഴുതാനുള്ളത്. വസ്ത്രം മുഴുവൻ വേണം വൃത്തി. ഇനി അടുത്തത് രണ്ടാമത്തത് അത്വഹൂറു ഷത്തുറു എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അത്വഹൂർ ഷത്തുറുൽ ഈമാൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.